ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മൾ ചാപ്റ്റർ 4 ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ, സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ അതിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ പോയിൻറ്റ്സും കവർ ചെയ്ത് കഴിഞ്ഞു. പ്രീവിയസ് ക്ലാസ്സിൽ ഇൻഫാൻസി എന്താണെന്ന് പറഞ്ഞു, ചൈൽഡ്ഹുഡ് എന്താണെന്ന് പറഞ്ഞു, അഡോളസൻസിലെ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ പറഞ്ഞു അല്ലേ. ഇനി അഡൾട്ട്ഹുഡും ഓൾഡ് ഏജും ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സസിലും പ്രീവിയസ് ചാപ്റ്റേഴ്സിലൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി അഡൾട്ട്ഹുഡിലും ഓൾഡ് ഏജിലും എന്തൊക്കെയാണ് ചേഞ്ചസ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ്സ് ഹ്യൂമൻ ബീയിങ്സിന് ഉണ്ടാവുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ അഡോളിസൻസ് ആയിരുന്നു എക്സ്പ്ലെയിൻ ചെയ്തത് അല്ലേ. അപ്പോൾ അഡോളിസൻ്റ് ഏജിൽ കുട്ടികൾക്ക് ഉണ്ടാവുന്ന റാപ്പിഡായിട്ടുള്ള ഗ്രോത്തും ഡെവലപ്മെൻറ്റും അതുപോലെ അവരുടെ സിറ്റുവേഷൻസിനുമായിട്ട് അഡ്ജസ്റ്റഡ് ആയിട്ട് ജീവിക്കാൻ വേണ്ടി പഠിക്കുന്നു അല്ലേ. അവരുടെ ലൈഫിൽ പുതിയതായിട്ട് പല പല കാര്യങ്ങളും അവരെന്ത് ചെയ്യാണ്, അഡാപ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജും കൂടിയാണ് എന്തുള്ളത്, അഡോളിസൻസിൽ അവർക്കുള്ളത് അല്ലേ. ടീനേജ് എന്നും പറയും, അതുപോലെ ട്രബിൾ ഏജ് എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേജ് ആയിരുന്നു നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള അഡോളസൻസ് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അഡൾട്ട്ഹുഡാണ് അല്ലേ. അഡൾട്ട്ഹുഡിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി ഈ ഒരു അഡൾട്ട്ഹുഡ് ഈ ഒരു പോയിന്റിലൂടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അഡൾട്ട്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 സ്റ്റേജസ്. അഡൾട്ട്ഹുഡ് 2 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ഏർലി അഡൾട്ട്ഹുഡ് ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് മിഡിൽ അഡൾട്ട്ഹുഡ്. ഓക്കെ, അപ്പോൾ അഡൾട്ട്ഹുഡ് രണ്ടായിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഏർലിയിലെ നേരത്തെയുള്ള അഡൾട്ട്ഹുഡ്, അതുപോലെ മിഡിൽ അഡൾട്ട്ഹുഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മിഡിൽ പോർഷനിൽ വരുന്നത് ആ ഒരു ഏജിൽ വരുന്ന ഒരു ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദെൻ ഏർലി അഡൾട്ട്ഹുഡ് ഇസ് എ സ്റ്റേജ് ഓഫ് ലൈഫ് ബിറ്റ്വീൻ 18 ആൻഡ് 25 ഇയേഴ്സ്. ഏർലി അഡൾട്ട്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 18നും 25 ഇയേഴ്സിനും ഇടയിലുള്ള ഒരു പീരീഡാണ്, ഒരു സ്റ്റേജാണ് ഏർലി അഡൾട്ട്ഹുഡായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, വെൻ അഡോളസൻസ് ബിക്കം മോർ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് എക്സ്പ്ലോർ ഡിഫറെൻറ്റ് ലൈഫ് പോസിബിലിറ്റീസ്. എന്താണ് ഈ ഒരു സമയത്ത്, അഡോളസൻസിൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞു അല്ലേ, അവർ ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, അവർ പുതിയ കാര്യങ്ങളായിട്ട് അഡ്ജസ്റ്റ് ആവാൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ. അവർ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ തുടങ്ങുന്ന ഒരു പീരീഡാണ് അല്ലേ. അപ്പോൾ അവരുടെ ലൈഫിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പോസിബിലിറ്റീസൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ മാറുന്ന ഒരു പീരീഡും കൂടിയാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അഡൾട്ട്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർക്ക് അഡോളസൻസിൽ നിന്നും കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരു സ്റ്റെബിലിറ്റിയുടെ ഒരു പീരീഡാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, നമ്മളിപ്പോൾ ഇൻഫാൻസിയിൽ പറഞ്ഞപ്പോൾ അവർക്ക് റാപ്പിഡായിട്ടുള്ള ഗ്രോത്തും ഡെവലപ്മെൻറ്റും നടന്നതിന് ശേഷം അതിൻ്റെ അടുത്ത പീരീഡ് എന്ന് പറഞ്ഞാൽ ചൈൽഡ്ഹുഡ് അല്ലേ, മിഡിൽ ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫിക്സേഷൻ്റെ പീരീഡാണ്. പിന്നെ അവർക്ക് ഇതിലുണ്ടായിട്ടുള്ള ഈ ഒരു വളർച്ച അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിനെ അതൊരു സ്ഥിരത വരുത്തുന്ന അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്ത് പോകുന്ന ഒരു പീരീഡാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ അഡോളസൻസിലും വരുന്നത്. അഡോളസൻസിൽ അവർ നേടിയിട്ടുള്ള പുതിയ പല കാര്യങ്ങളും അല്ലെങ്കിൽ പുതിയ പല അവരുടെ കപ്പാസിറ്റീസും നിലനിർത്തുന്ന ഒരു പീരീഡായിട്ടാണ് ഈ ഏർലി അഡൾട്ട്ഹുഡ് കണക്കാക്കുന്നത്. അവർക്ക് അതിൽ കിട്ടിയ എല്ലാ കാര്യങ്ങളും അവർ എക്സ്പ്ലോർ ചെയ്യുന്നത് ഈ ഒരു പീരീഡിലാണ്. അഡോളസൻസിൽ അവർ നേടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യുന്ന, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കാൻ സാധിക്കുന്ന ഒരു പീരീഡായിട്ടാണ് ഈ ഏർലി അഡൾട്ട്ഹുഡ് കണക്കാക്കുന്നത്. ഓക്കെ, ദെൻ ഇൻ ദ മിഡിൽ അഡൾട്ട്ഹുഡ്, അടുത്തത് എന്താണ്, മിഡിൽ അഡൾട്ട്ഹുഡ് ആണ് അല്ലേ. അത് 40 to 65 ഇയേഴ്സ് വരെയാണ് നമ്മൾ മിഡിൽ അഡൾട്ട്ഹുഡായിട്ട് കണക്കാക്കുന്നത്. ദ ബോഡി മേ സ്ലോ ഡൗൺ ആൻഡ് ദ മിഡിൽ ഏജ്ഡ് മൈറ്റ് ബിക്കം മോർ സെൻസിറ്റീവ് ടു ഡയറ്റ്. എന്താണ് പറയുന്നത്, ഈ ഒരു ഏജിൽ അല്ലെങ്കിൽ ഈ ഒരു പീരീഡ് ഓഫ് ടൈമിൽ മിഡിൽ അഡൾട്ട്ഹുഡ് 40 to 65 ഇയേഴ്സ് വരെയുള്ള ഈ ഒരു പീരീഡിൽ നമ്മുടെ ബോഡി എന്താവും, സ്ലോ ഡൗൺ ആവുമെന്നാണ് പറയുന്നത്. നമ്മൾ അതുവരെ നല്ല ഹെൽത്തി ആയിട്ട് ആരോഗ്യത്തോടെ ഇരുന്നിട്ട് നമ്മുടെ ശരീരം ക്ഷയിച്ചു തുടങ്ങുന്ന ഒരു സമയമാണ് ഈ ഒരു 40 to 65 ഇയേഴ്സ് മിഡിൽ അഡൾട്ട്ഹുഡ്. കാരണം നമ്മൾ അതുവരെയുള്ള എന്തൂസിയാസം അല്ലെങ്കിൽ അതുവരെയുള്ള ഒരു ആക്റ്റീവ്നെസ്, അതുപോലെ അതുവരെ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും അത്രയും ആവേശത്തോടു കൂടി നമുക്ക് ചെയ്യാൻ കഴിയാതെ ആവുന്ന ഒരു സമയം. ഓക്കെ, നമ്മുടെ ശരീരം മെല്ലെ തളർന്നു തുടങ്ങുക, സ്ലോ ഡൗൺ ആവുകയാണ്. പിന്നെ നമ്മൾ കൂടുതൽ ഡയറ്റിലോട്ടൊക്കെ സെൻസിറ്റീവായിട്ട് മാറും അല്ലേ. നമുക്കത് കഴിക്കാൻ പറ്റില്ല, നമുക്ക് ചില പ്രത്യേക രോഗങ്ങളൊക്കെ നമ്മൾ പിടിപെടും അല്ലേ. നമ്മൾ
ഷുഗർ, പ്രഷർ അങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ, അത് വരാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ. സോ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ നമ്മളെ പിടിപെടും. എന്നിട്ട് എന്തുണ്ടാവും, നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ പേശികളും അസ്ഥികളും ഒക്കെ ക്ഷയിച്ചു തുടങ്ങുന്ന ഒരു സമയം. ഓക്കെ. ദെൻ സബ്സ്റ്റൻസ് അബ്യൂസ് അല്ലെ, ശരീരത്തിൻ്റെ നമ്മളെ എന്താണ് ധാതു ലവണങ്ങളെല്ലാം നമുക്ക് ശരീരത്തിൽ ആവശ്യമുള്ള എനർജിയുടെ എല്ലാം എന്താണ് നഷ്ടം നമുക്ക് സംഭവിക്കുന്ന ഒരു സമയം. അതുപോലെ സ്ട്രെസ് ആൻഡ് റെസ്റ്റ്, സ്ട്രെസ്സും കൂടുതലുണ്ടാവുന്ന ഒരു സമയം. അതുപോലെ എപ്പോഴും റെസ്റ്റ് ആവശ്യം വരുന്ന ഒരു സമയമായിട്ട് എന്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്, മിഡിൽ അഡൾട്ട്ഹുഡിലോട്ട് മാറുകയാണ്. ഓക്കെ. ദെൻ chronic health problems can become an issue along with disability or disease അല്ലേ. ക്രോണിക് ആയിട്ടുള്ള എപ്പോഴും ശാരീരിക പ്രശ്നങ്ങൾ അല്ലേ, എപ്പോഴും ശരീരത്തിന് അസുഖമുണ്ടാവുക, ഡിസീസസ് അല്ലെങ്കിൽ ഡിസേബിലിറ്റി ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനും കൂടെ ഫേസ് ചെയ്യുന്ന ഒരു സമയമാണ് എന്ത്, ഈ ഒരു മിഡിൽ അഡൾട്ട്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. മൊത്തത്തിൽ നമ്മൾ പരമായിട്ട് നമ്മൾ എന്താണ് ശരീരസമ്പത്ത് നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കാൻ പോകുന്ന ഒരു പീരീഡ്, നമുക്ക് ഒന്നൊന്നായിട്ട് ഇങ്ങനെ ക്ഷയിച്ച് വരുന്ന ഒരു പീരീഡായിട്ടാണ് നമ്മൾ എന്ത് കണക്കാക്കുന്നത്, മിഡിൽ അഡൾട്ട്ഹുഡ് കേട്ടോ. അത് നമ്മൾ പ്രോപ്പറായിട്ട് എക്സസൈസും മീൽസും ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഇഷ്യൂസ് ഇല്ലാതെ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോവാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നൊരു സ്റ്റേജാണ് ഓൾഡ് ഏജ് അല്ലേ. നമ്മുടെ അഡൾട്ട്ഹുഡ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഉണ്ടാകുന്നൊരു ചേഞ്ചസ് എന്തിലോട്ടാണ് മാറുന്നത്, ഓൾഡ് ഏജിലോട്ടാണ് അല്ലേ. അഡൾട്ട്ഹുഡ് നമ്മൾ 65 വരെയാണ്, മിഡിൽ അഡൾട്ട്ഹുഡ് കേട്ടോ. മിഡിൽ അഡൾട്ട്ഹുഡ് നമ്മൾ 65 ഇയേഴ്സ് വരെയാണ് കണക്കാക്കുന്നതെങ്കിൽ അടുത്തത് ഓൾഡ് ഏജ് 65 ടു അൺടിൽ ഡെത്ത് ആണ്, മരണം വരെയാണ് പിന്നെ ഓൾഡ് ഏജ് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ. അങ്ങനെയുള്ള ഈ ഒരു ഓൾഡ് ഏജിലെത്തിയിട്ടുള്ള ആൾക്കാരെ നമ്മൾ സീനിയർ സിറ്റിസൺസ് എന്നാണ് വിളിക്കുക അല്ലേ. സാധാരണ 60 ഇയേഴ്സ് കഴിഞ്ഞ ആൾക്കാരെ നമ്മൾ സീനിയർ സിറ്റിസൺസ് എന്ന് വിളിക്കും. ഇവിടെ പറയുന്നത് 65 ഇയേഴ്സ് ടു ഡെത്ത് വരെയുള്ള ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കും, സീനിയർ സിറ്റിസൺസ് എന്ന് വിളിക്കും അല്ലേ. ഇനി എന്താണ് ഓൾഡ് ഏജിൽ നടക്കുന്നത് നോക്കാം. ഓൾഡ് ഏജ് റെഫേഴ്സ് ടു ദ ഏജസ് നിയറിങ് ഓർ സർപ്പാസിങ് ദ ലൈഫ് എക്സ്പെക്റ്റൻസി ഓഫ് ഹ്യൂമൻ ബീങ്സ്. മനുഷ്യന്മാരുടെ ലൈഫ് എക്സ്പെക്റ്റൻസിയുടെ ഒരു എന്താണ് എൻഡ് അല്ലേ, ഒരു നിയറിങ് ഓർ സർപ്പാസിങ് ലൈഫ് എക്സ്പെക്റ്റൻസിയാണ്. അപ്പോൾ മരണത്തോട് അല്ലേ, സർപ്പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ മരണത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു ഏജായിട്ടാണ് എന്ത് കണക്കാക്കുന്നത്, ഓൾഡ് ഏജ് കണക്കാക്കുന്നത്. ഓക്കെ. ആൻഡ് ഈസ് ദ എൻഡ് ഓഫ് ദ ഹ്യൂമൻ ലൈഫ് സൈക്കിൾ. മനുഷ്യന്മാരുടെ ഈ ഒരു ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ലൈഫ് സൈക്കിളിൻ്റെ ഒരു എൻഡായിട്ടാണ് എന്ത് കണക്കാക്കുന്നത്, ഓൾഡ് ഏജ് അല്ലേ. സോ ഓൾഡ് ഏജ് തുടങ്ങിയിട്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് അതിൻ്റെ മുമ്പേ മരിക്കാം അല്ലേ. സോ നമ്മൾ മരണത്തോടടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടമായിട്ടാണ് എന്ത് കണക്കാക്കുന്നത്, ഓൾഡ് ഏജ് കണക്കാക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനുഷ്യന് പിന്നെ ഒരു സ്റ്റേജ് ഉണ്ടോ, ഒരു ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് ഉണ്ടോ, ഇല്ല. അപ്പോൾ ഇതാണ് അവരുടെ ഡെവലപ്മെൻറ്റിൻ്റെ അവസാനത്തെ സ്റ്റേജായിട്ട് മരണത്തോടടുത്ത് നിൽക്കുന്ന ഒരു ഏജായിട്ട് കണക്കാക്കുന്നതാണ് നമ്മുടെ ഓൾഡ് ഏജ്, 65 ടു ഡെത്ത് അല്ലേ. അവരെ നമ്മൾ സീനിയർ സിറ്റിസൺസ് എന്നും കൂടെ വിളിക്കും. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു 4th ചാപ്റ്റർ ഉള്ളത് അല്ലേ, സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ജനിച്ചത് മുതൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ എൻഡ് അല്ലേ, ഡെത്ത് വരെയുള്ള ഡെവലപ്മെൻറ്റ്സും ഗ്രോത്തും അവരുടെ ലൈഫിലുണ്ടാകുന്ന ചേഞ്ചസും അല്ലേ, ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും ഉണ്ടാകുന്ന ചേഞ്ചസൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ 4th ചാപ്റ്റർ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 4th ചാപ്റ്റർ ഉള്ളത്. അപ്പോൾ അടുത്തൊരു പുതിയ ചാപ്റ്ററിൻ്റെ പുതിയ വീഡിയോ ക്ലാസ്സുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവരും വീഡിയോസ് എല്ലാം വാച്ച് ചെയ്യുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.